നമസ്കാരം. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഉത്തരക്കടലാസ് കാണാനില്ല എന്ന പരാതി. വയനാട് ഓറിയന്റൽ കോളേജിൽ പഠിച്ച ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന് നൽകിയിരുന്ന പേപ്പറാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പരാതിയും നൽകിയിട്ടുണ്ട്. ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയത്തിന് നൽകി 6 മാസത്തിന് ശേഷം ഫലം വരാത്തത് അന്വേഷിച്ചതിന് പിന്നാലെയാണ് ഉത്തരക്കടലാസ് കാണാനില്ലെന്ന കാര്യം അറിയുന്നത് എന്നാണ് വിദ്യാർത്ഥിയുടെ മാതാവ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ജൂൺ 29-നാണ് പുനർമൂല്യനിർണ്ണയത്തിന് നൽകുന്നത്. ഇത് കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫലം വരാത്തതിനെ തുടർന്ന് സർവകലാശാലയിലെത്തി അന്വേഷിച്ചപ്പോൾ മൂല്യനിർണ്ണയം പുരോഗമിക്കുകയാണ് എന്നാണ് ഇവർ അറിയിച്ചത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഒരു നമ്പർ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. ഈ നമ്പറിൽ വിളിച്ചപ്പോഴെല്ലാം മറ്റു പലരെയും ബന്ധപ്പെടാനായിരുന്നു പറഞ്ഞിരുന്നത് എന്നും വിദ്യാർത്ഥിയുടെ അമ്മ കുറ്റപ്പെടുത്തുന്നു. അമ്മ നേരിട്ട് സർവകലാശാലയിൽ എത്തിയപ്പോഴും പുനർമൂല്യനിർണ്ണയം പുരോഗമിക്കുകയാണെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പിന്നീട് മറ്റു വഴികളിൽ നടത്തിയ അന്വേഷണത്തിലാണ് പേപ്പർ നഷ്ടപ്പെട്ട വിവരം വിദ്യാർത്ഥിയുടെ കുടുംബം അറിയുന്നത്. പേപ്പർ മൂല്യനിർണ്ണയത്തിന് നൽകിയ വിദ്യാർത്ഥി പിന്നീട് ജോലി ശരിയായതിനെ തുടർന്ന് ഗൾഫിലേക്ക് പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് മൂല്യനിർണ്ണയത്തിന് റിസൾട്ട് സംബന്ധിച്ച് അന്വേഷിക്കാൻ മാതാവിനോട് ആവശ്യപ്പെടുന്നത്. സർവകലാശാലയിൽ നിന്ന് പ്രതികരണമൊന്നും ഇല്ലാതായതോടെയാണ് കൺട്രോളർ ഓഫ് എക്സാമിനേഷനിൽ ബന്ധപ്പെടുകയായിരുന്നു. ഇവർ നടത്തിയ പരിശോധനയിലാണ് ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. അതേസമയം കേരള സർവകലാശാലയ്ക്ക് കീഴിലെ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസാണ് നഷ്ടമായത്. 5 കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രതിസന്ധി നേരിടുന്നത്. 2024 മെയ് മാസത്തിൽ പരീക്ഷ നടന്ന പ്രോജക്ട് ഫിനാൻസിന്റെ ഉത്തരപേപ്പറാണ് അധ്യാപകന്റെ കയ്യിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. മൂല്യനിർണ്ണയത്തിനു ശേഷം വരുന്ന വഴിക്ക് ഈ പേപ്പറുകൾ നഷ്ടമായ വിവരം അധ്യാപകൻ സർവകലാശാലയെ അറിയിക്കുകയായിരുന്നു. ഇതിന് പകരമായി ഈ വിദ്യാർത്ഥികളോട് ഒരു സ്പെഷ്യൽ പരീക്ഷ എഴുതാൻ സർവകലാശാല ആവശ്യപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇമെയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് പരീക്ഷ നടക്കുക. രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് പരീക്ഷ. വിദ്യാർത്ഥികളുടെ 3-4 സെമസ്റ്ററുകളുടെ പരീക്ഷ കഴിഞ്ഞുവെങ്കിലും ഫലം ഇതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. തുടർന്ന് പരീക്ഷാ ഫലത്തെക്കുറിച്ച് അന്വേഷിച്ച് പലരും സർവകലാശാലയിൽ പോയപ്പോൾ അധ്യാപകന്റെ കയ്യിൽ നിന്ന് പേപ്പർ മിസ്സായി. സ്പെഷ്യൽ പരീക്ഷ ഫീസ് ഇല്ലാതെ എഴുതാമല്ലോ എന്ന തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. മറ്റു വിദ്യാർത്ഥികൾക്കില്ലാത്ത പ്രശ്നം എന്താണ് നിങ്ങൾക്കെന്നും ചോദിക്കുന്നു. വിദ്യാർത്ഥികളിൽ പലർക്കും പരീക്ഷ അറിയിച്ചുള്ള മെയിൽ ലഭിച്ചിട്ടില്ല എന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നു. സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ കോഴ്സ് കഴിഞ്ഞിട്ടും ജോലിക്ക് അപേക്ഷിക്കാനാകാത്ത അവസ്ഥയിലാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു.